ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ കേൾക്കുകയുണ്ടായിരുന്നു. ഇന്നലത്തെ ശുശ്രൂഷയിൽ നമ്മൾ കേട്ടത് എന്താണ്? ഈ ശിഷ്യന്മാർ അവർ ഭയന്നിരുന്ന മുറിയിൽ യേശു കർത്താവ് പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറയുകയും പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. അവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 21 നമ്മൾ കാണുന്നത് അവർ വീണ്ടും മീൻ പിടിക്കാൻ പോയതായിട്ട്, അവരുടെ സ്വന്തം ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഉപജീവന മാർഗത്തിനായിട്ട് പോകുന്നതാണ്. എന്നാൽ ഇവർ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നത് എങ്ങനെയാണ്? അതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതിനായിട്ട് ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമുണ്ട്. നിങ്ങൾ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം അതിൻ്റെ 1:8 യേശു കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നാണ് അവിടെ യേശു കർത്താവ് പറയുന്നത് ശിഷ്യന്മാരോട്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 20 നമ്മളിതിൽ ചിന്തിച്ചത് എന്തെന്നാണ്? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് യേശു അവരുടെ മേൽ ഊതി. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട്. അപ്പം എന്ന് വെച്ചെന്നാൽ അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ മരിച്ച ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചു. ഇന്നും ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു, ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു അവിടെ 2 വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ്, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുക പോലും ചെയ്യുകയില്ല. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല എന്ന്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്, ഇത് ശിഷ്യന്മാരുടെ മേൽ യേശു ഊതിയപ്പോൾ അവർ പുതുതായി ജനിച്ചു, ദൈവരാജ്യം കാണാൻ തുടങ്ങി. എന്നാൽ അവർ ആ നിലവാരത്തിലെത്തി അവർ വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ തുടങ്ങിയത് അവർ നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചിരിക്കുന്നുവെന്ന് പത്രോസ് പ്രസംഗിക്കുവാൻ തുടങ്ങിയത് രണ്ടാമത്തെ വീണ്ടും ജനനം നടന്നതിന് ശേഷമാണ്. ആ രണ്ടാമത്തെ വീണ്ടും ജനനം എന്തായിരുന്നു? യേശു പറയുകയായിരുന്നു, അപ്പോസ്തലപ്രവൃത്തി 1:8 യേശു പറഞ്ഞതെന്നാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ ആദ്യം യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ പറഞ്ഞ അതേ യേശു തന്നെയാണ് ഈ ശിഷ്യന്മാരോട് പറയുന്നത്, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവോളം നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എന്തായിരുന്നു പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം? അത് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? യോവേൽ പ്രവചനത്തിൽ. യോവേൽ പ്രവചനം 2:28 അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിനയക്കും, എൻ്റെ ആത്മാവിനെ പകരും. അതായത് മേൽ, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ആ ഒരു സ്റ്റേജ് ഉണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നൊരു സ്റ്റേജ്. ആ നിലവാരത്തിലെത്തിയെങ്കിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കൂ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകൂ. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ യേശു പറഞ്ഞത് അതാണ്. യേശു അപ്പോസ്തലപ്രവൃത്തി 1:8 പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, യേശുവിൻ്റെ സാക്ഷിയാകും എന്ന് വെച്ചെന്നാൽ യേശു ആരാ? ക്രിസ്തുവാ. ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും.
ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാ ഞാനെന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും. അതാണ് യേശു അവിടെ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അല്ലാണ്ട് യേശുവിനെ പ്രസംഗിക്കുമെന്നല്ല പറഞ്ഞത്. യേശു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ക്രിസ്തുവിൻ്റെ കാലഘട്ടമാണ്. നമുക്കിന്നും പലപ്പോഴും പല ശുശ്രൂഷകർക്കും ഇതും വെളിപ്പെട്ടിട്ടില്ല. ഇന്നും യേശുവിനെ പ്രസംഗിക്കുക, യേശു സൗഖ്യമാക്കും, യേശു വിടിവിക്കും, യേശു പടക് നിറച്ചു, യേശു 5 അപ്പം വർദ്ധിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഈ വർധനവുണ്ടാവും, ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതല്ല, ആ കാലഘട്ടം കഴിഞ്ഞു. അത് യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ്. അത്ഭുതവും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല നമ്മളായിരിക്കുന്നത് യേശു ക്രിസ്തുവായതിനു ശേഷമുള്ള കാലഘട്ടത്തിലാണ്. അതായത് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഈ 5 അപ്പം വർദ്ധിപ്പിച്ച് അത് കഴിച്ച ആൾക്കാരും അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അവരാരും നിത്യജീവനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. യേശുവിനെ ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചവരാണ് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. അവനാണ് രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്താണ് യേശു ചെയ്തതിനേക്കാൾ വലിയത് ഈ ശിഷ്യന്മാർ ചെയ്തത്? യേശു 3.5 കൊല്ലക്കാലം ദൈവരാജ്യം പ്രസംഗിച്ചു. ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ ആരും രക്ഷിക്കപ്പെട്ടില്ല. യേശു ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളാണ് പ്രസംഗിച്ചത്. താൻ ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാൻ പോണേ, ദൈവത്തിൻ്റെ രാജ്യം. അതായത് പാപത്തിൽ വീണുപോയ മനുഷ്യരാശിയെ തൻ്റെ സ്വന്തം രക്തം വിലയായി കൊടുത്ത് മനുഷ്യരാശിയെ വീണ്ടെടുത്തിട്ട് ആ വീണ്ടെടുക്കപ്പെടുന്നവർ ഇരുട്ടിൻ്റെ അധികാരത്തിന് വിടുവിക്കപ്പെട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലെത്തും. കൊലോസ്യർ 1 നമ്മൾ വായിക്കുന്നു. ആ രാജ്യത്തിലെത്തുന്നവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് നിലവാരത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് യേശു പ്രസംഗിച്ച പ്രസംഗങ്ങൾ. 3.5 കൊല്ലത്തെ ദൈവരാജ്യമാണ് യേശു പ്രസംഗിച്ചത്. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, നിയമവ്യവസ്ഥകളാണ് യേശു പ്രസംഗിച്ചത്. ഇതായിരിക്കണം സഭയുടെ അടിസ്ഥാന ഉപദേശം. ഇന്ന് നമ്മുടെ സഭകളിലും ഇതും ഇല്ലേ താനും. ഇത് വിശ്വാസം എടുത്ത് കളഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയായാലും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾ പ്രസംഗിക്കും. ഇങ്ങനെ യേശുവിനെ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യും. പത്രോസ് യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചിരിക്കുന്നു എന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഇത് കേട്ട ജനത്തിൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് കേട്ട 3000 പേർ ആ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവർ സ്നാനമേറ്റു. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യും. എന്നുവെച്ചാൽ യേശു ക്രിസ്തുവായതിന് ശേഷമാണ് മനുഷ്യരാശിയുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നത്. മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത്, സ്വർഗത്തിന് അവകാശിയായിത്തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടിട്ടാണ് യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കണം. യേശുവാണെന്ന് പ്രസംഗിച്ചെന്നാൽ നമുക്ക് ഭൗതികമായ പല നന്മകളും യേശുവിൽ വിശ്വസിച്ച് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, പ്രാപിച്ചെന്നിരിക്കും. പക്ഷേ അതൊന്നും നിത്യജീവന് അതൊന്നും പ്രയോജനപ്പെടുന്നതല്ല. നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കണം. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? എഫേസ്യർ 1:3 പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതായത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഭൗതിക നന്മകളല്ല, ആത്മാവിൻ്റെ രക്ഷയാണ്. രക്ഷ അതാണ് പറഞ്ഞത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം, ആത്മാവിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമ്മൾക്ക് ക്രിസ്തു മുഖാന്തരം ഭൗതികമായ നന്മകൾക്ക് നമ്മൾ അവകാശിയാണ്. ക്രിസ്തു മുഖാന്തരം എല്ലാ ഭൗതിക നന്മകൾക്കും നമ്മൾ അവകാശിയാണ്. ആ അവകാശം നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും യേശു പറയുന്നുണ്ട്. മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്തൊക്കെ കിട്ടും? ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ ഭൗതികമായ നന്മകളെല്ലാം നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന്
ദൈവരാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കണം. അതാണ് യേശു ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയെ നമ്മൾ ചിന്തിക്കുന്നത് എന്തെന്നാണ്? ഈ അപ്പോസ്തലന്മാർ ശുശ്രൂഷ തുടങ്ങിയത് എങ്ങനെയാണ്? ഈ അപ്പോസ്തലന്മാർ ശുശ്രൂഷ തുടങ്ങാൻ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തായിരുന്നു? അവർ യേശു പറഞ്ഞത് പ്രകാരം പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാനായി അവർ 120 പേർ, 500ഓളം പേരോടാണ് യേശു കർത്താവ് ഇത് പറഞ്ഞത്. പക്ഷേ അതിൽ 120 പേർ അത് വിശ്വസിച്ചു. അവർ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ ആ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ കാണത്തക്ക രീതിയിൽ അവരുടെ മേൽ ഇറങ്ങി. അവർ ആ വാഗ്ദത്തം പ്രാപിച്ചു. ആ വാഗ്ദത്തം പ്രാപിച്ചു പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങിയെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങി പുറത്തെ മനുഷ്യനും കൂടി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അവസ്ഥ അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടായി. അവർക്ക് ശക്തി ലഭിച്ചു. ശക്തി ലഭിച്ച അവരാണ് അവരുടെ ഭയം മാറി, മരണഭയം മാറി. മറ്റത് യേശുവിനെ ക്രൂശിച്ച സമയത്ത് അവർ യഹൂദന്മാരെ ഭയന്ന് മുറിക്കുള്ളിൽ അടച്ചിരുന്ന ഈ പത്രോസും കൂട്ടരും ഇവിടെ എഴുന്നേറ്റ് നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളോട്, ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളോട് പ്രസ്താവിക്കുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ പ്രസ്താവിക്കാനുള്ള ബലം എവിടെ നിന്ന് കിട്ടിയത്? പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങിയപ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ പുറത്തെ മനുഷ്യനെയും കൂടി ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ മരണഭയം മാറി. ഹല്ലേലൂയ. അതാണ് അവിടെ നമ്മൾ വായിച്ചുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും. ഈ ഒരു നിലവാരം എത്തുമ്പോഴാണ്, ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ശുശ്രൂഷകനാകുന്നത്. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ അത് കഴിയും, അല്ലേ? പത്രോസും കൂട്ടരും ഭയന്നിരുന്നുവെങ്കിൽ ഇവിടെ ഭയം മാറി അവർ യേശുവിനെ ക്രിസ്തുവാണെന്ന് ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടെങ്കിൽ അവർ ഭൗതികമായ ഈ ഭൂമിയിൽ അവർക്ക് ആവശ്യമായ നന്മകളെ തേടി അവർ മീൻ പിടിക്കാൻ പോയി. ഇന്നും നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഞായറാഴ്ച നമ്മൾ സഭയിൽ കൂടും, അപ്പോൾ നമ്മൾ വിശ്വാസിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ നമ്മുടെ ഉപജീവന മാർഗത്തിനായി വേണ്ടി മാത്രം ജീവിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്നവരാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുന്നില്ല. കാരണം നമ്മുടെ പുറത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഇവിടെ പത്രോസിൻ്റെയും കൂട്ടരുടെയും പുറത്തെ മനുഷ്യൻ കൂടി രക്ഷിക്കപ്പെട്ടു. പുറത്തെ മനുഷ്യനെയും കൂടി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായിത്തീർന്നു, ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീർന്നു. യേശുവിൻ്റെ പ്രതീക്ഷക്കൊത്തവണ്ണം ഉള്ളവരായി മാറി. അവർ യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസ്താവിക്കാൻ തുടങ്ങി. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ടാം ജനനം, വീണ്ടും ജനനം, പുറത്തെ മനുഷ്യനെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യം കാണുന്നുണ്ട്, പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിക്കോദേമോസിനോട് യേശു പറഞ്ഞെന്തെന്നാണ്? ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ജലത്താലും ആത്മാവിനാലും ഉള്ള ജനനം നടന്നു. എന്താണ് ജലത്തിൽ നടക്കുന്നത്? നമുക്കറിയാം. ജലത്തിൽ മുങ്ങുമ്പോൾ നമ്മൾ മരണം സംഭവിക്കുകയാണ്. നമ്മളെ അടക്കശുശ്രൂഷ നടക്കുന്നത്. നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനനുസരിച്ച് നടക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അതിന് നമ്മളെ സഹായിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യരിലുള്ള കുറവുകളെ, വീഴ്ചകളെ നമുക്ക് മനസ്സിലാവും. അത് ക്രിസ്തുവിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നത് എത്രമാത്രമാണോ അതനുസരിച്ച് നമ്മുടെ പുറത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ തുടങ്ങും. മാർക്കോസിൻ്റെ മാളിക മുറിയിൽ നടന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇന്ന് നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ രണ്ടാമത്തെ ജനനം നടന്നിട്ടാണോ ശുശ്രൂഷകരായ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്? ഒന്ന് ചിന്തിക്കുക. ഈ രണ്ടാമത്തെ ജനനം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനനം നടക്കണം. അതും ആത്മാവിൻ്റെ ജനനവും ജഡത്തിൻ്റെ ജനനവും നമ്മളുടെ ജീവിതത്തിൽ നടക്കണം. എങ്കിലും നമുക്ക് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരാൻ കഴിയും. അതിനായിട്ട് ഇന്നത്തെ ശുശ്രൂഷ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.